നമ്മളെല്ലാവരും നമ്മുടെ സ്മാർട്ട് ഫോണിലും അതുപോലെ തന്നെ നമ്മുടെ കാറിലും എല്ലാം ഉപയോഗിക്കുന്ന നാവിഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് GPS അഥവാ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മളിപ്പോൾ കറൻ്റ്ലി ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന് അറിയാൻ നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് സാധിക്കുന്നു. എന്നാൽ GPS എന്നാൽ എന്താണെന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ ശ്രമിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ എനാബിൾ ചെയ്യുന്നതിന് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. നമുക്ക് ആദ്യമായി GPS എന്നാൽ എന്താണെന്നും അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. GPS എന്ന് പറയുന്നത് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നതിൻ്റെ ഒരു ചുരുക്കരൂപമാണ്. GPS എന്ന് പറയുന്നത് സാറ്റലൈറ്റ് മുഖാന്തരം പ്രവർത്തിക്കുന്ന ഒരു റേഡിയോ നാവിഗേഷൻ സിസ്റ്റമാണ്. ഇതിനെ നമ്മൾ റേഡിയോ തരംഗങ്ങളാണ് പ്രധാനമായും യൂസ് ചെയ്യുന്നത്. ഇത് നിർമ്മിച്ചതും ഇതിനെ മാനേജ് ചെയ്യുന്നതും US ഗവൺമെൻറ്റും അതുപോലെ തന്നെ US ആർമിയും ചേർന്നാണ്. 1972 US ആർമി GPS പ്രോജക്റ്റ് ആരംഭിച്ചത്. 1995 കൂടി ഇത് പൂർണ്ണമായും പ്രവർത്തനത്തിലായി. തുടക്കത്തിൽ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് എങ്കിലും പിന്നീട് പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സാറ്റലൈറ്റ് മുഖാന്തരമാണ് GPS പ്രവർത്തിക്കുന്നതെന്ന്. ഏകദേശം 20 സാറ്റലൈറ്റുകളിൽ തുടങ്ങി ഇപ്പോൾ 33 സാറ്റലൈറ്റുകൾ GPS സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ 33 സാറ്റലൈറ്റുകളിൽ ഏകദേശം 31 ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 31 സാറ്റലൈറ്റുകളും ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓരോ 12 മണിക്കൂറിലും ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ദിവസം 2 പ്രാവശ്യം ഈ സാറ്റലൈറ്റുകൾ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സാറ്റലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഭൂമിയുടെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഇത്രയും സാറ്റലൈറ്റുകൾ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂമിയുടെ ഏത് ഭാഗത്തുള്ള ഒരു GPS റിസീവറിനും കുറഞ്ഞത് 4 സാറ്റലൈറ്റുകളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇതുമൂലം കഴിയും. നമുക്ക് നമ്മുടെ ഫോണിലും നമ്മുടെ കാറിലുമൊക്കെ ഉള്ളത് GPS റിസീവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ GPS റിസീവർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സാറ്റലൈറ്റുകൾ നമ്മളെ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് ഭൂമിയുടെ ഏത് ഭാഗത്തായിരുന്നാലും നമുക്ക് മിനിമം ഒരു 4 സാറ്റലൈറ്റുമായി GPS റിസീവറിന് ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫോണിലെയോ കാറിലെയോ GPS ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 4 സാറ്റലൈറ്റുകൾ ഓരോ സാറ്റലൈറ്റിൽ നിന്നും റേഡിയോ തരംഗങ്ങൾ ഈ GPS റിസീവറിലോട്ട് അയക്കുന്നു. നിങ്ങൾക്കറിയാം റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്നത് പ്രകാശത്തിൻ്റെ വേഗതയിലാണ്. ഏകദേശം 3 ലക്ഷം km/s വേഗതയിലാണ് അവ സഞ്ചരിക്കുന്നത്. ഇവ സഞ്ചരിക്കാനെടുത്ത സമയവും കണക്കാക്കുന്നതിലൂടെ സാറ്റലൈറ്റും റിസീവറും തമ്മിലുള്ള ദൂരം GPSന് ലഭിക്കുന്നു. മറ്റു 3 സാറ്റലൈറ്റുകളും ഇതുപോലെ അവയിലേക്കുള്ള ദൂരം കണ്ടെത്തുന്നു. നമ്മുടെ റിസീവറിൽ നിന്നും സാറ്റലൈറ്റിലേക്കുള്ള ദൂരം കണ്ടെത്തുന്നു. ശേഷം ട്രൈലാറ്ററേഷൻ എന്ന പ്രോസസ്സ് വഴി നമ്മുടെ ഭൂമിയിലെ യഥാർത്ഥ പൊസിഷൻ, അതായത് ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്ന കോർഡിനേറ്റ്സ് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പിലും മറ്റും കാണുന്ന ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് നമുക്ക് ലഭിക്കുന്നു. 4ാമത്തെ സാറ്റലൈറ്റിലെ സിഗ്നൽ ഉപയോഗിച്ച് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് എന്നുള്ള ഒരു ആൾട്ടിറ്റ്യൂഡ് നമുക്ക് 4ാമത്തെ സാറ്റലൈറ്റിലെ വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ പൊസിഷൻ, നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിന് നമുക്ക് വെറും 3 സാറ്റലൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ 3 സാറ്റലൈറ്റിൻ്റെ വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രൈലാറ്ററേഷൻ എന്ന പ്രോസസ്സ് വഴി നമ്മുടെ യഥാർത്ഥ പൊസിഷൻ, യഥാർത്ഥ ലൊക്കേഷൻ ഈ GPSന് കണ്ടെത്താൻ കഴിയും. നമുക്കിനി ട്രൈലാറ്ററേഷൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഇപ്പോൾ നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് അത് എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. അത് കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെയാണെന്നിരിക്കട്ടെ. നമുക്ക് കൊച്ചിയിൽ നിന്ന് കിഴക്കാണോ വടക്കാണോ തെക്കാണോ പടിഞ്ഞാറാണോ എന്നറിയില്ല. നമ്മൾ കൊച്ചിയിൽ നിന്ന് 100 കിലോമീറ്റർ ചുറ്റളവിൽ ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമ്മളിപ്പോൾ ഈ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കാം. അടുത്തതായി നമുക്ക് പാലക്കാട് നിന്നുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് നമ്മളൊരു 60 കിലോമീറ്റർ ദൂരെയാണെന്ന് വെക്കുക. നമുക്ക് അപ്പോഴും അറിയില്ല പാലക്കാടിൻ്റെ ഏത് ദിശയിലാണ്, തെക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ, അങ്ങനെ നമുക്കറിയില്ല. നമ്മൾ പാലക്കാടിനെയും ഇതുപോലെ പാലക്കാടിൻ്റെ 60 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമ്മളിപ്പോൾ ഈ സർക്കിൾ കൂടിച്ചേർന്ന ഈ 2 പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കാനാണ് സാധ്യത. നമുക്ക് 3ാമതൊരു ഡീറ്റെയിൽസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ ലഭ്യമാവും. നമ്മൾ അടുത്തതായി തൃശ്ശൂരിൽ നിന്നൊരു 75 കിലോമീറ്റർ ദൂരെയാണെന്ന് വെക്കുക. നമ്മൾ തൃശ്ശൂരിനെ സെൻറ്റർ ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ 75 കിലോമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഈ സർക്കിൾ കൂടിച്ചേർന്ന് ഈ 3 സർക്കിളും കൂടിച്ചേരുന്ന ഈ ഭാഗമായിരിക്കും നമ്മുടെ യഥാർത്ഥ ലൊക്കേഷൻ എന്നുള്ളത്. ഇതേ രീതിയിലാണ് ഈ സാറ്റലൈറ്റുകളും നമ്മുടെ ഈ ട്രൈലാറ്ററേഷൻ പ്രോസസ്സ് വഴി നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്തുന്നത്. നമ്മളിതിനെ സാറ്റലൈറ്റ് 1, സാറ്റലൈറ്റ് 2, സാറ്റലൈറ്റ് 3 എന്ന് പേര് നൽകുകയാണെങ്കിൽ ഇതേ രീതിയിലാണ് നമ്മുടെ ലൊക്കേഷൻ സാറ്റലൈറ്റും കണ്ടെത്തുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സർക്കിൾ രൂപത്തിലുള്ള ഒരു ട്രൈലാറ്ററേഷൻ പ്രോസസ്സായിരുന്നു. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, നമുക്ക് ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്.
സോ സാറ്റലൈറ്റിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സാറ്റലൈറ്റിന് അറിയാം സാറ്റലൈറ്റിൻ്റെ 100 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു GPS റിസീവർ ഉണ്ടെന്ന്. സോ അത് സാറ്റലൈറ്റിനെ കേന്ദ്രമാക്കി ഒരു 100 കിലോമീറ്റർ റേഡിയസിലൊരു ഇതുപോലെയുള്ളൊരു സ്ഫിയർ രൂപത്തിലുള്ള ഒരു ആകൃതിയായിരിക്കും സാറ്റലൈറ്റിന് ലഭിക്കുക. അതുപോലെ മറ്റ് 2 സാറ്റലൈറ്റുകളിൽ നിന്ന് ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ പൊസിഷൻ ലഭ്യമാവുകയും 3-ാമത്തെ സാറ്റലൈറ്റ് കൂടി അതിലേക്ക് ചേരുമ്പോൾ നമുക്ക് നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. സോ ഈ 3 സാറ്റലൈറ്റും ഇതുപോലെ സ്ഫിയർ ആകൃതിയിൽ അഥവാ ഗോളാകൃതിയിലുള്ള ഒരു ഷേപ്പ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 3 ഷേപ്പുകളും കൂടിച്ചേരുന്ന ഭാഗമായിരിക്കും നമ്മുടെ GPS റിസീവർ ഉണ്ടാകുന്നത്, അതായത് നമ്മുടെ യഥാർത്ഥ ലൊക്കേഷൻ. സോ 4-ാമത്തെ സാറ്റലൈറ്റ് കൂടി വരുമ്പോൾ നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് GPSന് മനസ്സിലാവും. അതായത് നമ്മൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്ന് GPSന് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ 4-ാമത്തെ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു രീതിയിലാണ് GPS പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് GPS പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ചെറിയൊരു വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.